നമസ്കാരം. രാജ്യോദയ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മിനിഷിൻഡോ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ഞായറാഴ്ച ഏകോപന സമിതി യോഗം നടന്നു. സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ തിരുനാൾ ആഘോഷിച്ചു. ജപമാല മാസാചരണവുമായി മുണ്ടത്തിക്കോട് ഇടവക. ഒക്ടോബർ 1 ചിൽഡ്രൻസ് മിനിസ്ട്രി വേലൂർ ഫൊറോന തല മത്സരത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കി മുണ്ടത്തിക്കോട് ഇടവക. വാർത്തകൾ വിശദമായി. സെപ്റ്റംബർ 28 ഭക്തസംഘടന ഏകോപന സമിതിയുടെ യോഗം നടന്നു. വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അധ്യക്ഷനായ യോഗത്തിന്റെ തീരുമാനങ്ങൾ. ഒക്ടോബർ 22 പള്ളി കോമ്പൗണ്ടിൽ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊന്ത നിർമ്മാണ മത്സരം നടത്തുന്നു. പങ്കെടുക്കുന്ന സംഘടനകൾ ഒക്ടോബർ 12 മുൻപ് രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. കൂടുതൽ പോയിന്റ് നേടുന്ന സംഘടനകൾക്ക് 1ഉം 2ഉം സമ്മാനങ്ങളും പങ്കെടുക്കുന്ന മുഴുവൻ സംഘടനകൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നതാണ്. ഏകോപന സമിതിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ സംഘടനകളിൽ നിന്നും 300 രൂപ വീതം പിരിക്കുവാനും 12ാം തീയതി 2ാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സംഘടന ഭാരവാഹികളുടെ യോഗം ചേരുവാനും തീരുമാനിച്ചു. സെന്റ് വിൻസെന്റ് ഡി പോളിന്റെ തിരുനാൾ ആഘോഷിച്ചു. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയും സെന്റ് വിൻസെന്റ് ഡി പോൾ യൂണിറ്റും തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ശേഷം നേർച്ച വിതരണം ചെയ്തു. ഒക്ടോബർ 1 മുതൽ ജപമാല മാസാചരണം ആരംഭിച്ചു. അന്നേ ദിവസത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം യൂണിറ്റുകളിലേക്കുള്ള മാതാവിന്റെ തിരുസ്വരൂപങ്ങൾ വെഞ്ചരിക്കുകയും യൂണിറ്റ് പ്രസിഡന്റുമാർക്ക് കൈമാറുകയും ചെയ്തു. ഒക്ടോബർ 1 മുതൽ 21 വരെ യൂണിറ്റുകളിലായിരിക്കും ജപമാല. എന്നാൽ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ദേവാലയത്തിലെ 6:45 ജപമാലയ്ക്ക് അതത് യൂണിറ്റുകാർ നേതൃത്വം വഹിക്കേണ്ടതാണ്. ചിൽഡ്രൻസ് മിനിസ്ട്രി വേലൂർ ഫൊറോന തല മത്സരങ്ങൾ പൂർത്തിയായി. ഒക്ടോബർ 1 വേലൂർ ഫൊറോനയിൽ വെച്ച് നടന്ന മത്സരങ്ങളിൽ നമ്മുടെ ഇടവക ഓവറോൾ 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും തിരുപാല സഖ്യം സംഘടന ഓവറോൾ 2ാം സ്ഥാനവും ഓൾട്ടർ ബോയ്സ് ഓവറോൾ 3ാം സ്ഥാനവും നേടുകയും ചെയ്തു. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനാർഹരായവർക്കും അവരെ ഒരുക്കിയ സിസ്റ്റേഴ്സിനും ടീച്ചേഴ്സിനും എല്ലാ പേരൻസിനും നന്ദി. സെപ്റ്റംബർ 30 വേലൂർ ഫൊറോനയിൽ വെച്ച് നടത്തിയ മരിയോത്സവത്തിൽ മുണ്ടത്തിക്കോട് CLC അംഗങ്ങൾ ആവേശപൂർവ്വം പങ്കെടുത്തു. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. രൂപത മാതൃവേദിയുടെ മാതൃവേദി ആന്തം ഓൺലൈൻ ഗാനാലാപന മത്സരത്തിൽ മുണ്ടത്തിക്കോട് മാതൃവേദി പങ്കെടുത്തു. രൂപത മാതൃവേദി നടത്തുന്ന പ്രത്യാശയുടെ തീർത്ഥാടകർ ഫൊറോന തല സ്കിറ്റ് മത്സരം നമ്മുടെ മതബോധന ഹാളിൽ വെച്ച് നടത്തുകയുണ്ടായി. 4 ടീം പങ്കെടുത്ത സ്കിറ്റ് മത്സരത്തിൽ തയ്യൂർ മാതൃവേദി 1ാം സ്ഥാനം കരസ്ഥമാക്കി. A1 ഇലക്ട്രോണിക്സ് വാഴപ്പള്ളി ടവർ മുണ്ടത്തിക്കോട്. എല്ലാവിധ മൊബൈൽ ഫോൺ ആൻഡ് ആക്സസറീസ് സെയിൽസ് ആൻഡ് സർവീസ്. 0% ഇൻട്രസ്റ്റിൽ തവണ വ്യവസ്ഥയിൽ സാംസങ് സ്മാർട്ട് ഫോണുകൾ ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. സാംസങ് ഫിനാൻസ് പ്ലസ്. ഇനി ദിവസങ്ങൾ എന്തിന് കാത്തിരിക്കണം? 1 മണിക്കൂറിൽ ഫിനാൻസ് റെഡി. A1 ഇലക്ട്രോണിക്സ് മുണ്ടത്തിക്കോട്. അറിയിപ്പുകൾ. സെപ്റ്റംബർ 30 ഓണം രുചി ഓൺലൈൻ കോമ്പറ്റീഷൻ സമാപിച്ചു. വിജയികളെ മീഡിയ സെൽ മുഖേന അറിയിക്കുന്നതാണ്. ഒക്ടോബർ 5 പ്രതിനിധി യോഗം ഉണ്ടായിരിക്കും. ഒക്ടോബർ 5 കാറ്റക്കിസം അർദ്ധവാർഷിക പരീക്ഷകൾ ആരംഭിക്കുന്നു. ഒക്ടോബർ 5 1, 3, 5, 7, 9, 11 എന്നീ ക്ലാസ്സുകാർക്ക് 2 മണി മുതൽ 4 വരെയായിരിക്കും പരീക്ഷ. ഒക്ടോബർ 12 2, 4, 6, 8, 10, 12 ACC ക്ലാസ്സുകാർക്കായിരിക്കും പരീക്ഷ. CLC സംഘടനയുടെ അറിയിപ്പുകൾ. CLC സംഘടനാംഗങ്ങൾ ഈ ആഴ്ച വേസ്റ്റ് കളക്ഷന് വരുന്നതായിരിക്കും. ഒക്ടോബർ 25 ശനിയാഴ്ച CLC സംഘടനാംഗങ്ങൾ ഭരണങ്ങാനത്തേക്ക് തീർത്ഥയാത്ര പോകുന്നുണ്ട്. സീറ്റ് 1-ന് 500 രൂപ. പോകുന്നതിന് താല്പര്യമുള്ളവർ CLC ഭാരവാഹികളുമായി ബന്ധപ്പെടുക. ഈ ആഴ്ചയിലെ കുടുംബ സമ്മേളനങ്ങൾ. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തിരുക്കുടുംബ യൂണിറ്റ് പാനോക്കാരൻ ജോസ് ജെയ്സന്റെ ഭവനത്തിൽ. 4 മണിക്ക് സെന്റ് മേരീസ് യൂണിറ്റ് തേർമടം ബേബി വിൻസെന്റിന്റെ ഭവനത്തിൽ. 4 മണിക്ക് വിശുദ്ധ മിഖായേൽ യൂണിറ്റ് കണ്ണനായ്ക്കൽ കുര്യാക്കു ചാക്കുണ്ണിയുടെ ഭവനത്തിൽ. 5 മണിക്ക് സെന്റ് പീറ്റർ യൂണിറ്റ് ചിറമ്മൽ ദേവസി ജോസിന്റെ ഭവനത്തിൽ. 3 മണിക്ക് സെന്റ് ജോർജ് യൂണിറ്റ്
ചുങ്കത്ത് കുരിയത് അന്തോണിയുടെ ഭവനത്തിൽ. 4 മണിക്ക് സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് അയ്യങ്കേരിൽ ചാണ്ടി പോളിൻ്റെ ഭവനത്തിൽ. 5 മണിക്ക് സെൻറ്റ് അൽഫോൺസ യൂണിറ്റ് ആളൂർ റപ്പായി ബോസിൻ്റെ ഭവനത്തിൽ. ഈ ആഴ്ചയിലെ വായനകൾ ക്രിസ്തുരാജ യൂണിറ്റ്. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.